കിഴക്കൻ യൂറോപ്പിന്റെ ഭൂപ്രകൃതിയും സാംസ്കാരിക പശ്ചാത്തലവും കാണാനും അറിയാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു മികച്ച ഡെസ്റ്റിനേഷനാണ് സ്ലൊവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. റോമൻ കാലം മുതൽ ആരംഭിക്കുന്ന സാംസ്കാരിക വളർച്ചയുടെ നീണ്ട ചരിത്രം ഈ നഗരത്തിനുണ്ട്. ഇന്ന് വിയന്നയും ബുഡാപെസ്റ്റും ബ്രാറ്റിസ്ലാവയുമെല്ലാം ഉൾപ്പെടുന്ന ഈസ്റ്റ് യൂറോപ്യൻ ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമാണ് ഈ നഗരം. തങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം ആകർഷകമാം വിധം കാഴ്ചവെച്ചുകൊണ്ട് ഇവിടുത്തെ ജനത സഞ്ചാരികളെ സ്വീകരിക്കുന്നു. പോകാം ബ്രാറ്റിസ്ലാവ നഗരത്തിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ബ്രാറ്റിസ്ലാവ നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം സ്ലാവിൻ വാർ മെമ്മോറിയൽ, തുടർന്ന് ഓൾഡ് ടൗൺ, അടുത്തത് ബ്രാറ്റിസ്ലാവ കാസിൽ, പിന്നെ സെയിന്റ് മാർട്ടിൻസ് കത്തീഡ്രൽ, തുടർന്ന് ഡാന്യൂബ് നദി, അടുത്തത് UFO ടവർ, പിന്നെ ഡാന്യൂബിയാന മ്യൂളൻസ്റ്റീൻ ആർട്ട് മ്യൂസിയം, തുടർന്ന് സിഹോട്ട് ഐലൻഡ്, അവിടെ നിന്നും ഡെവിൻ കാസിൽ, അവസാനമായി ബയോഫാം. സ്ലൊവാക്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ട് അല്പം കൗതുകം നിറയ്ക്കുന്ന ഒരു സ്മാരകത്തിൽ നിന്നും നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. സ്ലാവിൻ വാർ മെമ്മോറിയൽ. സ്ലൊവാക്യ കൈയടക്കിയ ജർമ്മൻ സൈന്യത്തിനെതിരെ പോരാടി ജീവൻ ത്യജിച്ച സോവിയറ്റ് യൂണിയന്റെ പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള സ്മാരകം. സോവിയറ്റ് യൂണിയനോടും നയങ്ങളോടും ഒട്ടും യോജിക്കാത്ത ജനതയായിരുന്നു സ്ലൊവാക്യയിൽ ഉണ്ടായിരുന്നത്. എങ്കിലും നാസികളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ സോവിയറ്റ് സൈന്യം നൽകിയ സഹായം ഇവർ മറക്കുന്നില്ല. സോവിയറ്റ് യൂണിയൻ തകർന്നതിലും തങ്ങൾ സ്വതന്ത്രരായതിലും ഏറെ സന്തോഷിക്കുന്നവരാണ് സ്ലൊവാക്യക്കാർ. എന്നാലും സ്ലാവിൻ മെമ്മോറിയൽ ഇവർ ബഹുമാനത്തോടെ സംരക്ഷിച്ചു വരുന്നു. നഗരത്തിലെ ഒരു കുന്നിന്റെ മുകളിലാണ് മെമ്മോറിയലിന്റെ സ്ഥാനം. ഒരു ഹാളും മുകളിലെ സ്തംഭവും ഏറ്റവും മുകളിലായുള്ള വെങ്കല പ്രതിമയും അടങ്ങുന്ന നിർമ്മിതി മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്നു. സ്റ്റാലിനിസ്റ്റ് ആർക്കിടെക്ചറിലുള്ള ഇത് സോവിയറ്റ് കാലഘട്ടത്തിന്റെ നേർക്കാഴ്ചയാണ്. സ്തംഭത്തിന്റെ മുകളിലുള്ളതാകട്ടെ സോവിയറ്റ് പട്ടാളക്കാരന്റെ ശില്പവും. ഇതിനു ചുറ്റും 6 ബ്ലോക്കുകളായി തിരിച്ച പുൽത്തകിടികൾ കാണാം. ഈ പുൽത്തകിടികളെല്ലാം മാസ് ഗ്രേവുകളാണ്. റഷ്യക്കാരായ 6845 പട്ടാളക്കാരുടെ മൃതശരീരങ്ങൾ കൂട്ടത്തോടെ സംസ്കരിച്ച ഇടം. പേരറിയാവുന്ന ചിലരുടെ സ്മാരകശിലകൾ നടപ്പാതയോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചിലവിടാൻ കഴിയുന്ന പബ്ലിക് പാർക്ക് കൂടിയാണ് ഇവിടം. അടുത്തതായി നമുക്ക് നഗരത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായ ഓൾഡ് ടൗണിലേക്ക് പോകാം. കല്ലുവിരിച്ച വഴികളും ഇരുവശത്തും മനോഹരമായ മന്ദിരങ്ങളുമുള്ള പഴയ നഗരഭാഗമാണിത്. പല നിർമ്മിതികൾക്കും നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട്. പൗരാണികത നഷ്ടമാവാതെ സംരക്ഷിച്ചു വരുന്നതിനാൽ പഴയ കാലത്തേക്ക് തിരിച്ചുപോയ പ്രതീതിയാണ് ഈ വഴികളിലൂടെ നടക്കുമ്പോഴുണ്ടാവുക.
ധാരാളം റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും പ്രധാന പാതകളിലും ഇടവഴികളിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. മേശകളും കസേരകളും വഴിയിലേക്കിറക്കിയാണ് നിരത്തിയിട്ടുള്ളത്. ബ്രാറ്റിസ്ലാവയുടെ പാരമ്പര്യ കാഴ്ചകൾ കണ്ടും ആസ്വദിച്ചും ഇവിടിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു രസകരമായ അനുഭവമായിരിക്കും. സ്ലൊവാക്യയുടെ തനത് ഭക്ഷണം രുചിക്കാനും ഭക്ഷണ സംസ്കാരം അറിയാനും ഇതൊരു നല്ല ഡെസ്റ്റിനേഷനുമാണ്. തെരുവ് കലാകാരന്മാരുടെ പ്രകടനങ്ങളാണ് ഓൾഡ് ടൗണിന്റെ മറ്റൊരാകർഷണം. രസകരമായ വാദ്യസംഗീതവും നാടൻ കലാപരിപാടികളുമെല്ലാം ഇവിടെ പലയിടങ്ങളിലായി കാണാനാകും. ഓൾഡ് ടൗണിലെ ഒരു പ്രധാന കാഴ്ച മൈക്കിൾസ് ഗേറ്റ് എന്ന പഴയ നഗര കവാടമാണ്. 51 മീറ്റർ ഉയരമുള്ളതിനാൽ ഓൾഡ് ടൗണിലെ മിക്ക സ്ട്രീറ്റുകളിൽ നിന്നും ഇത് ദൃശ്യമാകും. ഓൾഡ് ടൗണിന്റെ ഹൃദയഭാഗമെന്ന് വിളിക്കാവുന്ന മെയിൻ സ്ക്വയറാണ് ഇവിടെ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ഒത്തുചേരുന്ന ഇടം. ബ്രാറ്റിസ്ലാവയിൽ ഏറ്റവും അധികം ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയായ ചത്തുരവും ഇതാണ്. വിശേഷ ദിവസങ്ങളിൽ ദേശീയ പ്രാധാന്യമുള്ള ചടങ്ങുകൾക്കും ഇവിടം വേദിയാകുന്നു. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ടൗൺ ഹാൾ, ജെസ്യൂട്ട് ചർച്ച് എന്നിവയൊക്കെ മെയിൻ സ്ക്വയറിൽ സംരക്ഷിച്ചിട്ടുള്ള സ്മാരകങ്ങളാണ്. ബ്രാറ്റിസ്ലാവ നഗരത്തിന്റെ ചരിത്രം വിവരിക്കുന്ന ഒരു ചരിത്ര മ്യൂസിയവും ടൗൺ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമായ ബ്രാറ്റിസ്ലാവ കാസിലാണ്. ഡാന്യൂബ് നദിയോട് ചേർന്നുള്ള കുന്നിൻ മുകളിലെ ഗംഭീര ദുർഗമാണിത്. നൂറ്റാണ്ടുകളോളം ഇന്നത്തെ ഓസ്ട്രിയയും ഹംഗറിയും ചെക്ക് റിപ്പബ്ലിക്കും സ്ലൊവാക്യയും എല്ലാം ഉൾപ്പെടുന്ന വിശാലമായ പ്രദേശം ഭരിക്കപ്പെട്ടിരുന്നത് ഇവിടെ നിന്നായിരുന്നു. നിരവധി കാസിലുകളും കോട്ടകളും ബ്രാറ്റിസ്ലാവ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രശസ്തവുമായ കാസിൽ ഇതാണ്. നഗരത്തിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഡെസ്റ്റിനേഷനുകളിൽ ഒന്നും. കുന്നിൽ ഏറ്റവും മുകളിലായുള്ളതാണ് പ്രധാന കാസിൽ. നടുമുറ്റവും 4 വശത്തും 4 നിലകളിലായി മന്ദിരവുമുള്ള ഭാഗം. വളരെ ലളിതമായ രൂപകൽപ്പനയാണ്. അതുകൊണ്ട് കാഴ്ചയിൽ അത്ര ആകർഷകമല്ലെങ്കിലും വലിപ്പം കൊണ്ട് ബ്രാറ്റിസ്ലാവ കാസിൽ ഒരു പ്രൗഢ നിർമ്മിതിയാണ്. കാസിലിലെ മറ്റൊരു പ്രധാന അട്രാക്ഷൻ ഹോണററി കോർട്ടിയാർഡ് എന്ന അങ്കണമാണ്. പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കെല്ലാം വേദിയായിരുന്ന ഇടം. കുന്നിന്റെ ഒരു വശത്തായുള്ള കോർട്ടിയാർഡിൽ നിന്ന് നോക്കിയാൽ ഡാന്യൂബ് നദിയും നഗരവുമെല്ലാം ഉൾപ്പെടുന്ന വിശാലമായ കാഴ്ച ആസ്വദിക്കാനാകും. കാസിലിന്റെ താഴെയായി മറ്റൊരു കെട്ടിട കോംപ്ലക്സ് കൂടിയുണ്ട്. രാജവാഴ്ചക്കാലത്ത് ഭരണസ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഇവിടെയാണ്. ഇന്നിവിടം കഫേകളും സുവനീർ ഷോപ്പുകളുമെല്ലാം ഉൾപ്പെടുന്ന ഒരു ടൂറിസം സെന്ററായി വികസിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഓൾഡ് ടൗണിലെ സെയിന്റ് മാർട്ടിൻസ് കത്തീഡ്രലാണ്. 3 നൂറ്റാണ്ടോളം ഹംഗേറിയൻ സാമ്രാജ്യത്തിന്റെ കൊറോണേഷൻ ചർച്ച് ആയിരുന്ന ആരാധനാലയം. അക്കാലത്ത് ഹംഗേറിയൻ ഭരണാധികാരികളുടെ കിരീടധാരണം നടന്നിരുന്നത് ഈ ദേവാലയത്തിലായിരുന്നു. 11 രാജാക്കന്മാരും 8 രാജ്ഞിമാരും ഇവിടെ നിന്നും രാജ്യത്തിന്റെ അധികാരം ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടുണ്ട്. ബ്രാറ്റിസ്ലാവ തിരക്കേറിയ നഗരമാകും മുമ്പ് തന്നെ ഒരു ചർച്ച് സ്ഥിതി ചെയ്തിരുന്ന ഇടമാണിത്. പിന്നീട് ജനസംഖ്യ ഉയരുകയും സൗകര്യങ്ങൾ പോരാതെ വരികയും ചെയ്തപ്പോഴാണ്
14-ാം നൂറ്റാണ്ടിൽ ഇന്ന് കാണുന്ന ബൃഹത് നിർമ്മിതി കാസിലിനോട് ചേർന്ന് പണി കഴിപ്പിച്ചത്. കിരീടധാരണത്തിനു പുറമെ പ്രധാനപ്പെട്ട രാജകൽപ്പനകൾ വിളംബരം ചെയ്തിരുന്നതും യുദ്ധവിജയങ്ങളും വിശേഷ ദിനങ്ങളും ആഘോഷിച്ചിരുന്നതുമെല്ലാം ഇവിടം കേന്ദ്രീകരിച്ചാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ വലിപ്പം കൊണ്ടാണ് ഈ മന്ദിരം ആകർഷകമായ കാഴ്ചയാകുന്നത്. എൺപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള മുന്നിലെ ഗോപുരം പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. പ്രാർത്ഥനാ ഹാളിന് ഉള്ളിലേക്ക് കടക്കുമ്പോഴും ഉയരവും വലുപ്പവുമെല്ലാം അത്ഭുതമുണർത്തുന്ന കാഴ്ചയാണ്. അലങ്കാര സമൃദ്ധവുമാണ് മേൽക്കൂരയും വശങ്ങളുമെല്ലാം. ബൈബിൾ സന്ദർഭങ്ങൾ സ്റ്റെയിൻ ചെയ്ത് ചേർത്തിട്ടുള്ള ഉയരമേറിയ ജാലകങ്ങളാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച. കിഴക്കൻ യൂറോപ്പിന്റെ സാംസ്കാരിക വാഹിനിയായ ഡാന്യൂബ് നദിയാണ് ഇനി നമുക്ക് കാണേണ്ടത്. ഇങ്ങനെ ഒരു നഗരം ഇവിടെ രൂപപ്പെടാൻ കാരണം പോലും ഡാന്യൂബ് നദിയുടെ സാന്നിധ്യമാണ്. ദീർഘദൂരം ഗതാഗതയോഗ്യമായ നദിയിലൂടെയുള്ള ചരക്കുകടത്ത് ഒരു സാമ്പത്തിക ശക്തിയായി മാറാൻ ബ്രാറ്റിസ്ലാവയെ സഹായിച്ചു. വർഷം മുഴുവനും ഈ നദിയിൽ വെള്ളമുണ്ടാകും. നഗരത്തിന്റെ ഏതാണ്ട് ഒത്ത മധ്യത്തിലൂടെ കടന്നുപോകുന്ന ഡാന്യൂബ് ചിലയിടങ്ങളിൽ ഓസ്ട്രിയയുമായുള്ള അതിർത്തിയും നിർണയിക്കുന്നു. ഗതാഗത തടസ്സം വരാതിരിക്കാൻ ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിരവധി പാലങ്ങളുമുണ്ട്. പല കാലത്ത് പല വലിപ്പത്തിലും പല ഡിസൈനിലും നിർമ്മിച്ചിട്ടുള്ള പാലങ്ങൾ ഇവിടെ ഒരു കാഴ്ചയാകുന്നു. വിശാലമായ നദിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന ഇടം ഈ പാലങ്ങളാണ്. ഡാന്യൂബിന്റെ തീരത്ത് പ്രൊമനേഡുകളും വോക്വേകളും നിർമ്മിച്ചിട്ടുള്ളതിനാൽ കാഴ്ചകൾ കണ്ട് നടക്കുന്നത് രസകരമായ ആക്ടിവിറ്റിയാണ്. ഡാന്യൂബിലൂടെയുള്ള ക്രൂസ് ബോട്ട് യാത്രയാണ് മറ്റൊരു വിനോദം. യോജിച്ച പാക്കേജ് കണ്ടെത്തി നഗരത്തിലും നഗരത്തിനു പുറത്തുള്ള ഡെസ്റ്റിനേഷനുകളിലേക്കും സഞ്ചരിക്കാം. സമയത്തിനനുസരിച്ച് വേറിട്ട തീമുകളിലും ക്രൂസ് ട്രിപ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. വിയന്ന ഉൾപ്പെടെയുള്ള സമീപ നഗരങ്ങളിലേക്കും ഇവിടെ നിന്നും നദിയിലൂടെ സഞ്ചരിക്കാം. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇനി പോകുന്നത് അത്യപൂർവം എന്ന് പറയാനാവുന്ന ഒരു രസകരമായ കാഴ്ചയിലേക്കാണ്. UFO ടവർ. മോസ്റ്റ് SNP എന്ന പാലത്തിന്റെ തൂണിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒബ്സർവേഷൻ ഡെക്ക്. ഹോളിവുഡ് സിനിമകളിലും മറ്റും കണ്ടിട്ടുള്ള പറക്കും തളികയുടെ മാതൃകയിലാണ് ടവറിന്റെ രൂപകൽപ്പന. ഒബ്സർവേഷൻ ഏരിയ 95 മീറ്റർ ഉയരത്തിലാണ്. ഇതോട് ചേർന്ന് ഒരു റെസ്റ്റോറന്റും പ്രവർത്തിക്കുന്നു. 2 നിലകളിലായാണ് ഒബ്സർവേഷൻ ഡെക്കിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ മുകളിലെ നിലയിൽ ഓപ്പൺ എയർ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നു. ബ്രാറ്റിസ്ലാവയും പരിസര പ്രദേശങ്ങളും ഇത്രയും വിശദമായി കാണാൻ കഴിയുന്ന മറ്റൊരിടം നഗരത്തിലില്ല. നദിയും ഓൾഡ് ടൗണും കാസിലും പുതിയ നഗരഭാഗങ്ങളും റെസിഡൻഷ്യൽ ഏരിയയും നഗരാതിർത്തിക്കപ്പുറം കൃഷിയിടങ്ങളും അതിനുമപ്പുറം ഓസ്ട്രിയയിലെ കാറ്റാടിപ്പാടവുമെല്ലാം ഇവിടെ നിന്നും ദൃശ്യമാകും. താഴെയുള്ള റെസ്റ്റോറന്റ് UFO മാതൃകയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടിരുന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം, വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ നിന്നുള്ള രുചികൾ നുകരാം.
രാത്രി വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെയാണ് നഗര കാഴ്ചകൾ കൂടുതൽ ഗംഭീരമാവുക. ഇവിടെ തിരക്ക് കൂടുന്നതും സൂര്യാസ്തമയത്തോടെയാണ്. ഇനി നമുക്ക് ബ്രാറ്റിസ്ലാവയിലെ പ്രസിദ്ധമായ മോഡേൺ ആർട്ട് ഗ്യാലറി സന്ദർശിക്കാം. ഡാനൂബിയാന. ഡാനൂബ് നദിയിലെ ഒരു മുനമ്പിൽ സജ്ജീകരിച്ചിട്ടുള്ള പ്രദർശന കേന്ദ്രം. കണ്ടംപററി ശൈലിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മന്ദിര സമുച്ചയം തന്നെ ഒരു കാഴ്ചയാണ്. നദിയുടെയും മുനമ്പിന്റെയും പ്രകൃതി സൗന്ദര്യം കൂടിയാകുമ്പോൾ ഇത് കൂടുതൽ ആസ്വാദ്യകരമാകുന്നു. മോഡേൺ ശൈലിയിലുള്ള കലാസൃഷ്ടികൾക്കാണ് ഡാനൂബിയാനയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ സൃഷ്ടികൾ ഇതിൽ ഉൾപ്പെടും. ഇൻഡോർ ഗ്യാലറിയിൽ പ്രധാനമായും ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ വ്യത്യസ്തമായ ഇൻസ്റ്റലേഷനുകളും കാണാം. ചിത്രങ്ങളുടെ മനോഹാരിത പോലെ തന്നെ ആകർഷകമാണ് പ്രദർശന മുറിയിലെ ക്രമീകരണങ്ങളും. ആധുനിക ശൈലികളിലുള്ള ഡിസൈനുകൾ സൃഷ്ടികളുടെ ആകർഷണീയത ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഉൾഭാഗത്ത് ചിത്രങ്ങളാണ് കൂടുതലെങ്കിൽ പുറത്ത് ശില്പങ്ങളും ഇൻസ്റ്റലേഷനുകളുമാണ്. ഭൂപ്രകൃതിക്ക് യോജിക്കും വിധം ഒരുക്കിയിട്ടുള്ള സൃഷ്ടികൾ ആർട്ട് ഗ്യാലറിക്ക് ഒരു മികച്ച മാതൃകയും കൂടിയാണ്. സ്ഥിരം പ്രദർശനം കൂടാതെ വ്യത്യസ്ത തീമുകളിൽ താൽക്കാലിക പ്രദർശനങ്ങളും ഡാനൂബിയാനയിൽ സംഘടിപ്പിക്കാറുണ്ട്. യൂറോപ്യൻ നഗരങ്ങളിലെ ജലവിതരണ സംവിധാനങ്ങൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ വളരെ ആസൂത്രിതവും കാര്യക്ഷമവുമായിരുന്നു. റോമൻ അക്വാഡക്റ്റുകളും ഭൂഗർഭ സംഭരണികളുമെല്ലാം ആ കാലത്തിന്റെ സ്മാരകമായി ഇന്നും പല നഗരങ്ങളിൽ കാണാനാകും. ബ്രാറ്റിസ്ലാവ നഗരത്തിൽ ജലവിതരണം നടത്തുന്ന പമ്പിംഗ് സ്റ്റേഷനും അനുബന്ധ സംവിധാനങ്ങളും കാണാനാണ് നാം ഇപ്പോൾ പോകുന്നത്. ഡാനൂബ് നദിയുടെ കൈവഴികൾ സൃഷ്ടിക്കുന്ന സിഹോട്ട് എന്ന ദ്വീപിലാണ് പമ്പിംഗ് സ്റ്റേഷന്റെ സ്ഥാനം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ശുദ്ധമായ കുടിവെള്ളത്തിന്റെ അഭാവം രൂക്ഷമായപ്പോൾ വിശദമായ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഒടുവിൽ ഈ പ്രദേശം പമ്പിങ്ങിനായി നിശ്ചയിക്കുകയായിരുന്നു. സിഹോട്ട് ദ്വീപിൽ പലയിടങ്ങളിലായി 41 കിണറുകൾ കുഴിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പ്രധാന പമ്പിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഭൂമിക്കടിയിലാണ് ശക്തിയേറിയ പമ്പിംഗ് സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നും ഭൂഗർഭ ടണലിൽ സ്ഥാപിച്ച പൈപ്പുകളിലൂടെ നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നു. ഡാനൂബ് നദിക്കടിയിലൂടെ കടന്നുപോകുന്ന ടണൽ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. മനോഹരമായ ഒരു നേച്ചർ റിസർവ് കൂടിയാണ് സിഹോട്ട് ഐലൻഡ്. പുൽത്തകിടികളും നദിയുടെ കൈവഴികളും കുറ്റിക്കാടുകളുമെല്ലാം ചേർന്ന് വനസമാനമായ സുന്ദര ഭൂപ്രദേശം. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇതുവഴി നടക്കുന്നതും രസകരമായ അനുഭവമാണ്. ഇനി പോകുന്നത് സ്ലൊവാക്യയുടെ 2 സഹസ്രാബ്ദം നീളുന്ന ചരിത്രത്തിന്റെ ഭാഗമായ ഒരു ദുർഗത്തിലേക്കാണ്. ഡെവിൻ കാസിൽ. മൊറാവ, ഡാനൂബ് നദികളുടെ സംഗമ സ്ഥാനത്ത് പണികഴിപ്പിച്ചിട്ടുള്ള നിർമ്മിതി. ഓരോ കാലത്തും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് കാസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും പ്രതിരോധം തന്നെയായിരുന്നു പ്രധാന ലക്ഷ്യം. മൊറാവയിലൂടെയും ഡാന്യൂബിലൂടെയും ഉണ്ടാകുന്ന ശത്രുനീക്കങ്ങളെ തടഞ്ഞ് രാജ്യത്തെ സംരക്ഷിച്ചിരുന്ന ഒരു തന്ത്രപ്രധാന കേന്ദ്രമാണിവിടം. കൂടാതെ ചരക്ക് കടത്ത് ചുങ്കം പിരിക്കാനുള്ള സംവിധാനങ്ങളും കാസിലിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു.
ഇന്ന് തകർന്നുപോയ കാസിലിന്റെ അവശേഷിപ്പുകൾ ശ്രദ്ധയോടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു വലിയ പാറക്കെട്ടിനെ അടിസ്ഥാനമാക്കിയാണ് കാസിലും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. നദിക്ക് അഭിമുഖമായി വരുന്ന ഭാഗം ചെങ്കുത്തായി ഉയരുന്നതിനാൽ സൈനിക പോസ്റ്റുകൾക്ക് അനുയോജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാസിൽ കീഴടങ്ങാതെ കാലങ്ങളോളം നിലനിന്നതും. പാറക്കെട്ടിന്റെ മറുവശത്തു കൂടിയാണ് മുകളിലേക്കുള്ള വഴി. ഈ ഭാഗത്ത് കാസിലിനെ ലോവർ, അപ്പർ, ഗരായ് പാലസ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മുകളിലുള്ള ഭാഗത്താണ് ഒരു കാലത്ത് കാസിലിന്റെ ഉടമയായിരുന്ന ഗരായ് പ്രഭു കുടുംബം ജീവിച്ചിരുന്നത്. അങ്ങനെയാണ് ഗരായ് പാലസ് എന്ന പേര് ലഭിച്ചത്. കാസിലിന് ഉൾവശത്തെ വഴികളിലൂടെ ഏറ്റവും മുകളിൽ വരെ എത്താനാകും. പച്ചപ്പും ഡെവിൻ കുന്നുകളും നദീതടവും കൃഷിയിടങ്ങളും പട്ടണവും എല്ലാം ഉൾപ്പെടുന്ന പനോരമിക് വ്യൂ ഇവിടെ ഒരു കാഴ്ചയാണ്. ഗൈഡ് കൂടെയുണ്ടെങ്കിൽ ഇതേപ്പറ്റിയെല്ലാം കൂടുതൽ വ്യക്തമായ വിവരണവും ലഭിക്കും. അവസാനമായി നാം പോകുന്നത് സ്ലൊവാക്യൻ ഗ്രാമീണ ജീവിതം അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു ലൈവ് മ്യൂസിയത്തിലേക്കാണ്. വനത്തോട് ചേർന്നുള്ള ദുബ്രാവ ഗ്രാമത്തിൽ ഒരുക്കിയിട്ടുള്ള ബയോഫാം. ബ്രാറ്റിസ്ലാവയുമായി താരതമ്യം ചെയ്യുമ്പോൾ തികച്ചും വേറിട്ട ഒരു ഭൂപ്രകൃതി ഇവിടെ കാണാനാകും. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ സ്ലൊവാക്യൻ ഗ്രാമങ്ങളുടെ രൂപവും ഭാവവും ഇങ്ങനെയായിരുന്നു. കൃഷിയും മൃഗപരിപാലനവുമായി ജീവിച്ചിരുന്ന ജനങ്ങളാണ് അന്ന് ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നത്. അതേ സാംസ്കാരിക പശ്ചാത്തലം ഇവിടെ ടൂറിസ്റ്റുകൾക്കായി പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. ഒരു പ്രദർശന കേന്ദ്രമെന്ന തോന്നൽ ഉളവാക്കാത്ത വിധം സ്വാഭാവികത കൊണ്ടുവരുന്നതിലും മ്യൂസിയം വലിയ വിജയമാണെന്ന് പറയാനാകും. സ്ലൊവാക്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി വീടുകൾ ഇവിടെ പൊളിച്ചുകൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രാമങ്ങളിൽ നിർമ്മിച്ചിരുന്ന ഭവനങ്ങളുടെ മാതൃകയാണിത്. തടിയായിരുന്നു അന്ന് പ്രധാന നിർമ്മാണ വസ്തു. കനമുള്ള തടി മുറിച്ചെടുത്ത് അടുക്കിയാണ് ഭിത്തി പണിതിരുന്നത്. മേൽക്കൂരയ്ക്കായി തടിയിൽ നിർമ്മിച്ച ചെറുപാളികളും ഉപയോഗിച്ചു പോന്നു. ഉപജീവനമാർഗം കൃഷിയായിരുന്നതിനാൽ അക്കാലത്ത് സ്ലൊവാക്യയിലെ ഒരു വീടെന്നാൽ മൃഗങ്ങളുടെ കൂടുകളും ധാന്യ കലവറകളും എല്ലാം അടങ്ങുന്ന സമുച്ചയമാണ്. വീടുകൾക്ക് 2 നിലകളുണ്ടായിരുന്നു. താമസിക്കാനുള്ള മുറികൾ മുകളിലും അടുക്കളയും ഹാളും അടക്കമുള്ള ഭാഗങ്ങൾ താഴെയും. വീടുകളുടെ മാതൃകകൾ കൂടാതെ വിശാലമായ പുൽത്തകിടികൾ, പൈൻമരങ്ങൾ നിറഞ്ഞ വനം എന്നിവയും ബയോഫാമിന്റെ ഭാഗമാണ്. ഫാം നടത്തുന്നത് ബ്രാറ്റിസ്ലാവ യൂണിവേഴ്സിറ്റിയുടെ ബൊട്ടാണിക്കൽ വിഭാഗമാണെന്ന പ്രത്യേകതയുമുണ്ട്. ഡാന്യൂബിന്റെ തീരത്തുള്ള സ്ലൊവാക്യൻ നഗരമായ ബ്രാറ്റിസ്ലാവയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. മനോഹരമായ കോട്ടകൾ, പഴയ നഗരവീഥികൾ, നദീതീരം എന്നിവ കൊണ്ട് ബ്രാറ്റിസ്ലാവ വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട നഗരമാണ്.